കരുത്ത് എന്നത് പേശികളിൽ നിന്നോ പണത്തിൽ നിന്നോ അധികാരത്തിൽ നിന്നോ മാത്രമാണ് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നത്. കാരണം ചരിത്രം സാക്ഷിയാണ്. ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ ഏറ്റവും ശക്തനായി കാണപ്പെടുന്നവനല്ല, മറിച്ച് മിണ്ടാതിരുന്ന് ചിന്തിക്കുകയും ശരിയായ സമയത്ത് ആക്രമിക്കുകയും ചെയ്യുന്നവനാണ് അവൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോടൊരു സത്യമാണ് പറയാൻ പോകുന്നത്. അതറിഞ്ഞുകഴിഞ്ഞാൽ എത്ര ശക്തനായ ശത്രുവും നിങ്ങളെ നിസ്സാരമായി കാണാനുള്ള തെറ്റ് ചെയ്യില്ല. ആചാര്യ ചാണക്യൻ സൈന്യമോ പണമോ സിംഹാസനമോ ഇല്ലാതിരുന്നിട്ടും ഇന്ത്യയുടെ മുഴുവൻ ചരിത്രവും മാറ്റിയെഴുതിയ ഒരു പേര്. എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന് ബുദ്ധിയും തന്ത്രവും ഉണ്ടായിരുന്നു. ഒപ്പം ദുർബലരെന്ന് തോന്നുന്നവരെ നൂറ്റാണ്ടുകളായി രാജാക്കന്മാരാക്കി മാറ്റിയ ആ 3 അടവുകളും. നിങ്ങളെ അടിച്ചമർത്തുന്ന, നിങ്ങളെ താഴെയിറക്കാൻ നോക്കുന്ന, അല്ലെങ്കിൽ സ്വയം വലിയ ശക്തനാണെന്ന് കരുതുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇതൊരു വെറും പ്രചോദനമല്ല, ഇതൊരു തന്ത്രമാണ്, ഇതൊരു യുദ്ധപാഠമാണ്. ഈ അറിവ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ശത്രു പോരാടാൻ പോലും നിൽക്കില്ല. അവൻ നേരത്തെ തന്നെ പരാജയപ്പെട്ടിരിക്കും. അതിനാൽ കണ്ണുകൾ തുറക്കുക, ബുദ്ധി കൂർപ്പിക്കുക, തയ്യാറാകുക. കാരണം ശത്രുവിനെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന ചാണക്യന്റെ ആ 3 അടവുകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ശക്തരായ ശത്രുക്കൾക്കുമേൽ നൂറ്റാണ്ടുകളായി ആളുകൾക്ക് വിജയം നേടിക്കൊടുത്ത ആചാര്യ ചാണക്യന്റെ ആ 3 അടവുകളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ 3 അടവുകൾ മാത്രം പ്രയോഗിക്കുക. ആ ശക്തനായ ശത്രു എങ്ങനെ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുമെന്നും സ്വന്തമായി കരയുമെന്നും നിങ്ങളുടെ മുന്നിൽ തലകുനിക്കുമെന്നും നിങ്ങൾക്ക് കാണാം. ഈ കാര്യങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. നിങ്ങളിവ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ജീവിതത്തിലെ ഒരു പോരാട്ടത്തിലും ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ദുർബലനെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രാജാവാകുന്നു എന്ന് പഠിക്കുന്ന ഈ യാത്ര നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ശത്രുശക്തനാകുക എന്നത് ഒരു പുതിയ കാര്യമല്ല. ജീവിതത്തിൽ വിജയിച്ച ഓരോ മനുഷ്യന്റെയും വഴിയിൽ തോൽപ്പിക്കാനാവാത്തത് എന്ന് തോന്നുന്ന ഇത്തരം സിംഹങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ചാണക്യൻ പറയുന്നു, പരിഭ്രാന്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന്. നിങ്ങൾ പരിഭ്രാന്തരാകുമ്പോൾ നിങ്ങളുടെ പകുതി ശക്തിയും സ്വയം ഇല്ലാതാകുന്നു. മനസ്സ് പതറുന്നു, ചിന്തകൾ ദുർബലമാകുന്നു, തെറ്റുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. അതിനാൽ ആദ്യത്തെ കാര്യം, ഒരിക്കലും പരിഭ്രാന്തരാകരുത്. ശാന്തമായിരിക്കുക. പുഴയിൽ ഒരു വലിയ പാറ വന്നാൽ വെള്ളം അവിടെ നിൽക്കാത്തതുപോലെ അതൊഴുകിക്കൊണ്ടേയിരിക്കും. പതുക്കെ പതുക്കെ ആ പാറയെയും അത് തേച്ചുമായ്ച്ചു കളയും. അതുപോലെ ശാന്തമായിരിക്കുന്നതിലൂടെ ശത്രുവിന്റെ ശക്തി നിങ്ങൾ സ്വയം കുറയ്ക്കും. പരിഭ്രാന്തിയിലെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായിരിക്കും. ഓർക്കുക, നിങ്ങളെ ഭയപ്പെടുത്താനാണ് ശത്രു ശ്രമിക്കുന്നത്. അതിലൂടെ നിങ്ങൾ സ്വയം തോൽവി സമ്മതിക്കും. എന്നാൽ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നാൽ അവൻ തന്നെ അസ്വസ്ഥനാകും. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി വീഡിയോ ഉണ്ടാക്കാൻ ഞങ്ങൾ ഇത്രയധികം അധ്വാനിക്കുന്നു. പകരം നിങ്ങൾക്ക് ഒരു ലൈക്കും മനോഹരമായൊരു കമന്റും ചെയ്യാമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലായ ചാണക്യ മൈൻഡ്സെറ്റ് SK ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് വീഡിയോയിൽ മുന്നോട്ടു പോകാം. ഇനി നമുക്ക് ചാണക്യനീതിയുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധങ്ങളായ ആ 3 അടവുകളിലേക്ക് വരാം. ഈ 3 അടവുകൾ വളരെ സാധാരണമായി തോന്നാം. എന്നാൽ വലിയ സാമ്രാജ്യങ്ങളെപ്പോലും വീഴ്ത്താനുള്ള മാന്ത്രികത ഇതിലുണ്ട്. ഒന്നാമത്തെ അടവ്, ശത്രുവിനെ നന്നായി അറിയുക. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ ദൗർബല്യം കണ്ടെത്തുക, അവന്റെ ശക്തി മനസ്സിലാക്കുക. അവന്റെ പ്ലാനുകൾ എന്തൊക്കെയാണ്, അവന് എന്താണ് വേണ്ടത്, എല്ലാം മനസ്സിലാക്കുക. ശത്രുവിനെ അറിയാതെ യുദ്ധം ചെയ്യുന്നത് ഇരുട്ടിൽ അമ്പെയ്യുന്നതിന് തുല്യമാണ്. മിക്കവരും എന്താണ് ചെയ്യുന്നത്? ശത്രുവിനെ കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടുകയും നേരെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശത്രു ശക്തനാണെങ്കിൽ ഇത് ആത്മഹത്യയാണ്. ആദ്യം ഒളിഞ്ഞിരുന്ന് നോക്കുക. അവന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക. അവൻ എപ്പോഴാണ് ദുർബലനാകുന്നത്? അവന്റെ ശീലങ്ങൾ എന്തൊക്കെയാണ്? അവന്റെ കൂടെ ആരൊക്കെയുണ്ട്? ഇതെല്ലാം അറിയുന്നതിലൂടെ ശത്രുവിന്റെ ഹൃദയത്തിൽ തുളച്ചുകയറാനുള്ള ആയുധം നിങ്ങൾക്ക് ലഭിക്കും. വേട്ടക്കാരൻ കാട്ടിൽ സിംഹത്തെ പിന്തുടരുന്നതുപോലെ. അതിന്റെ ശീലങ്ങൾ അറിഞ്ഞതിനു ശേഷമേ അത് കൊല്ലുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ശത്രുവിന്റെ ദൗർബല്യത്തിൽ ആക്രമിക്കുക. ഒരിക്കൽ ദൗർബല്യം കണ്ടെത്തിയാൽ എത്ര ശക്തനായാലും അവൻ വീഴും. രണ്ടാമത്തെ അടവ്, ക്ഷമയോടെ കാത്തിരിക്കുക. ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. തിടുക്കത്തിൽ ഒരിക്കലും വിജയം നേടാനാവില്ല എന്നതാണ് ചാണക്യന്റെ ഏറ്റവും വലിയ പാഠം. ശത്രു ഇപ്പോൾ ശക്തനാണെങ്കിൽ നേർക്കുനേർ പോരാടരുത്. കാത്തിരിക്കുക. സമയമാണ് ഏറ്റവും വലിയ യോദ്ധാവ്. സമയം തന്നെ ശത്രുവിനെ ദുർബലനാക്കും. നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട്? ആളുകൾ ദേഷ്യത്തിൽ വന്ന് വഴക്കിടുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു.
എന്നാൽ ക്ഷമയുള്ളവൻ ശത്രു സ്വയം തെറ്റുകൾ വരുത്തുന്നത് കാണുന്നു. അവന്റെ അഹങ്കാരം വർദ്ധിക്കുന്നു. അവൻ അശ്രദ്ധനാകുന്നു. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു. ഒരു കർഷകൻ വിത്ത് വിതച്ച് വെള്ളമൊഴിച്ച് കാത്തിരുന്ന് വിളവെടുക്കുന്നതുപോലെ, അതുപോലെ യുദ്ധത്തിൽ ക്ഷമയാണ് വിളവ്. ചാണക്യൻ തന്നെ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചിരുന്നു. നന്ദവംശം എത്ര ശക്തമായിരുന്നു! എന്നാൽ ക്ഷമയും കൃത്യമായ സമയവും കൊണ്ട് എല്ലാം അവസാനിച്ചു. നിങ്ങളും അങ്ങനെ ചെയ്യുക. നിങ്ങൾ തോറ്റുവെന്ന് ശത്രുവിനെ തോന്നാൻ അനുവദിക്കുക. എന്നാൽ ഉള്ളിൽ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുക. അവസരം വരുമ്പോൾ ആക്രമിക്കുക. അവനെ എഴുന്നേൽക്കാൻ കഴിയാത്തത്ര ശക്തമായി. മൂന്നാമത്തെ അടവ്, തന്ത്രവും നയതന്ത്രവും ഉപയോഗിക്കുക. നേർക്കുനേരെയുള്ള പോരാട്ടം എപ്പോഴും അവസാനത്തെ വഴിയാണെന്ന് ചാണക്യൻ പറയുന്നു. ആദ്യം ബുദ്ധികൊണ്ട് വിജയിക്കുക. ശത്രുവിന്റെ കൂട്ടാളികളെ നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. അവന് തെറ്റായ വിവരങ്ങൾ നൽകുക. പ്രലോഭനം കാണിക്കുക. അവനെ ദുർബലനാക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. ശത്രു ശക്തനാണെങ്കിൽ അവന്റെ ശക്തി തന്നെ അവനെതിരെ ഉപയോഗിക്കുക. ചാണക്യൻ നന്ദന്റെ മന്ത്രിക്ക് കൈക്കൂലി നൽകി അവന്റെ വിശ്വസ്തനെ തകർത്തതുപോലെ നിങ്ങളും നോക്കുക. ശത്രുവിന്റെ ചുറ്റും ആരൊക്കെയുണ്ടെന്ന് അവരെ സ്വന്തമാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവനെ ഭയപ്പെടുന്നുവെന്ന് ശത്രുവിനെ തോന്നിപ്പിക്കുക. അവൻ കൂടുതൽ അഹങ്കാരിയാകും. അഹങ്കാരത്തിൽ അവൻ വീഴും. പ്രലോഭനമാണ് ഏറ്റവും വലിയ ആയുധം. എല്ലാ മനുഷ്യരിലും അത്യാഗ്രഹമുണ്ട്. അവന് പ്രലോഭനം നൽകുക. അവൻ സ്വയം നിങ്ങളുടെ വലയിൽ വീഴും. ദാനം, ദണ്ഡം, ഭേദം എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് ചാണക്യനീതിയിൽ എഴുതിയിരിക്കുന്നത്. അതായത് നന്മ കാണിക്കുക, ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുത്തുക, ഭിന്നിപ്പുണ്ടാക്കുക. ഇവ മൂന്നും ചേരുമ്പോൾ ശത്രു സ്വയം കരയും. ഇനി ഈ 3 അടവുകളെ ആഴത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ അടവ്, ശത്രുവിനെ അറിയുക. സഹോദര, ജീവിതത്തിൽ എത്രയോ പേർ പരാജയപ്പെടുന്നു. അവർ ശത്രുവിനെ മനസ്സിലാക്കാത്തതുകൊണ്ട് മാത്രമാണത്. ഇവൻ ഇങ്ങനെയൊക്കെയാണ് എന്നവർ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ശത്രുവിന്റെ വേരുകൾ എവിടെയാണ്? അവന്റെ ശക്തിയുടെ ഉറവിടം എന്താണ്? പണം, ബന്ധങ്ങൾ, സ്ഥാനങ്ങൾ എല്ലാം കണ്ടെത്തുക. ഒരു തവണ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ അവനെ അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയുക. ഒരു മരത്തിന്റെ വേരറുത്താൽ അത് എത്ര വലുതായാലും വീഴുന്നതുപോലെ. ഇന്നത്തെ ലോകത്തും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ബിസിനസ്സിൽ എതിരാളിയെ തോൽപ്പിക്കാൻ അവന്റെ തന്ത്രമറിയുക. ജോലിയിൽ ബോസിനെയോ സഹപ്രവർത്തകരെയോ മറികടക്കാൻ അവരുടെ ദൗർബല്യം കണ്ടെത്തുക. വ്യക്തിജീവിതത്തിലും ആരെങ്കിലും അസൂയ കാരണം ശത്രുത കാണിക്കുന്നുവെങ്കിൽ ആ അസൂയ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാഭത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കുകയോ ചെയ്യുക. ശത്രുവിന്റെ ദൗർബല്യം അറിയുന്നതുവരെ അവനെ സുഹൃത്താക്കി നിർത്താൻ ചാണക്യൻ പറയുമായിരുന്നു. അതെ, വ്യാജ സൗഹൃദം. അവന്റെ മുന്നിൽ പുഞ്ചിരിക്കുക, സംസാരിക്കുക, എന്നാൽ ഉള്ളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. ഇതേറ്റവും അപകടകരമായ അടവാണ്. രണ്ടാമത്തെ അടവായ ക്ഷമയെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇന്നത്തെ ഓട്ടപ്പാച്ചിലിനിടയിൽ ക്ഷമ വളരെ കുറവാണ്. ആളുകൾക്കെല്ലാം പെട്ടെന്ന് വേണം. എന്നാൽ വലിയ കാര്യങ്ങൾക്ക് വലിയ സമയം ആവശ്യമാണെന്ന് ചാണക്യൻ പറയുന്നു. ശത്രു ശക്തനാണെങ്കിൽ ഇന്ന് പോരാടരുത്, നാളെ പോരാടുക. നിങ്ങളെത്തന്നെ ശക്തനാക്കുക. പഠിക്കുക, കഴിവുകൾ പഠിക്കുക, പണം സമ്പാദിക്കുക, ബന്ധങ്ങളുണ്ടാക്കുക. നിങ്ങൾ തയ്യാറാകുമ്പോൾ ശത്രു സ്വയം ദുർബലനായി തോന്നും. ആളുകൾ വർഷങ്ങളോളം കാത്തിരുന്ന് ഒരു ദിവസമെല്ലാം മാറ്റിയെഴുതിയ എത്രയോ കഥകളുണ്ട്. ചാണക്യൻ തന്നെ അപമാനങ്ങൾ സഹിച്ചു, എന്നാൽ കാത്തിരുന്ന് പ്രതികാരം ചെയ്തു. നിങ്ങളും അങ്ങനെ ചെയ്യുക. ദേഷ്യപ്പെടരുത്, കരയരുത്, പ്ലാൻ തയ്യാറാക്കുക. ക്ഷമയോടെയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുന്നു. ശക്തമായ മനസ്സോടെ വിജയം ഉറപ്പാണ്. നിങ്ങൾ ശാന്തനാണെന്ന് ശത്രു കാണുമ്പോൾ അവൻ അസ്വസ്ഥനാകും. ഈ വ്യക്തി എന്തുകൊണ്ട് തകരുന്നില്ല എന്ന് അവൻ ചിന്തിക്കും. അവിടെ അവന്റെ പരാജയം ആരംഭിക്കും. മൂന്നാമത്തെ അടവ്, തന്ത്രം. സഹോദര, നേരായ മനുഷ്യനായിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ലോകത്ത് വിജയിക്കാൻ അല്പം തന്ത്രം ആവശ്യമാണ്. ചാണക്യൻ കുടിലനീതികൾക്ക് പേരുകേട്ടവനായിരുന്നു. അതായത് തന്ത്രപൂർവം പ്രവർത്തിക്കുക, ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ ദുർബലനാണെന്ന് അവന് തോന്നട്ടെ, അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കളുമായി ചങ്ങാത്തം കൂടുക, ഭിന്നിപ്പുണ്ടാക്കുക. ഒരാൾ അവനെതിരെയാണെന്ന് മറ്റൊരാളോട് പറയുക. അവർ എങ്ങനെ പരസ്പരം പോരടിക്കുന്നുവെന്ന് നോക്കുക. പ്രലോഭനം നൽകുക. ആർക്കെങ്കിലും പണം വേണം, ആർക്കെങ്കിലും പദവി, ആർക്കെങ്കിലും ബഹുമാനം. അവർക്ക് വേണ്ടത് കാണിച്ചു കൊടുക്കുക. അവൻ നിങ്ങളുടേതാകും. ചാണക്യൻ ഇതുതന്നെയാണ് ചെയ്തത്. ശത്രുക്കളുടെ ക്യാമ്പിലേക്ക് ചാരന്മാരെ അയച്ചു. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇന്നും ഇത് പ്രവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ, ഓഫീസിൽ, കുടുംബത്തിൽ പോരാടാതെ വിജയിക്കുക. കാരണം നേരിട്ടുള്ള പോരാട്ടത്തിൽ ഇരുവർക്കും നഷ്ടമുണ്ടാകും. എന്നാൽ തന്ത്രത്തിലൂടെ ശത്രുവിന് മാത്രമാണ് നഷ്ടം. ഈ 3 അടവുകളും ഒന്നിച്ചു പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ.
നിങ്ങൾ ശത്രുവിനെ അറിയുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നു, തന്ത്രപൂർവ്വം ആക്രമിക്കുന്നു. ഇപ്പോൾ ശത്രു എന്തു ചെയ്യും? നിങ്ങൾ തോറ്റുവെന്ന് അവൻ കരുതും, എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ ആക്രമണമുണ്ടാകും. അവൻ മുട്ടുകുത്തും, കരയും, കാരണം അവന്റെ ശക്തിയെല്ലാം വെറുതെയാകും. ചാണക്യനീതി ഇതാണ് പഠിപ്പിക്കുന്നത്. കരുത്തുകൊണ്ടല്ല, ബുദ്ധികൊണ്ട് വിജയിക്കുക. ഇന്നത്തെ ലോകത്ത് പണം, അധികാരം, ബന്ധങ്ങൾ എന്നിവയെല്ലാമുണ്ട്. എന്നാൽ ബുദ്ധിയാണ് ഏറ്റവും മുകളിൽ. ബുദ്ധിമാനായവൻ ഒരിക്കലും തോൽക്കില്ല. ഇനി കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ബന്ധുവാണ് ശത്രുവെന്ന് കരുതുക. നിങ്ങളെന്ത് ചെയ്യും? പരിഭ്രാന്തരാകില്ല. ആദ്യം അവനെ അറിയുക. എന്തുകൊണ്ടാണ് അവൻ അസൂയപ്പെടുന്നത്? വിജയത്തിലാണെങ്കിൽ കൂടുതൽ വിജയിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. മറുപടി പറയരുത്. തന്ത്രം പ്രയോഗിക്കുക. അവന്റെ മുന്നിൽ നല്ലവനായിരിക്കുക. എന്നാൽ നിങ്ങളുടെ വിജയം മറച്ചുവെക്കരുത്. കാണിക്കുക. അവൻ സ്വയം കത്തിയെരിഞ്ഞില്ലാതാകും. അല്ലെങ്കിൽ ഓഫീസിൽ ഒരു സീനിയർ നിങ്ങളെ അടിച്ചമർത്തുന്നു. അവന്റെ ദൗർബല്യം അറിയുക. അവൻ ഒരുപക്ഷെ ബോസിനെ ഭയപ്പെടുന്നുണ്ടാകാം. ക്ഷമിക്കുക. നന്നായി ജോലി ചെയ്യുക. തന്ത്രം ബോസുമായി നേരിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. അവൻ എങ്ങനെ പിന്നിലാകുമെന്ന് നോക്കുക. അതുപോലെ ബിസിനസ്സിൽ എതിരാളി വലിയവനാണ്. ഭയപ്പെടരുത്. അവന്റെ ഉൽപ്പന്നത്തിന്റെ പോരായ്മ കണ്ടെത്തുക. ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. തന്ത്രം: മികച്ച മാർക്കറ്റിംഗ് ചെയ്യുക. ഉപഭോക്താക്കളെ ആകർഷിക്കുക. വിജയം നിങ്ങളുടേതാകും. രാഷ്ട്രീയത്തിൽ ചാണക്യന്റെ നയങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു. സഖ്യം, ഭിന്നിപ്പ്, തന്ത്രം ഇതെല്ലാം അവിടെയുണ്ട്. സഹോദരീ സഹോദരന്മാരെ, ഈ 3 അടവുകൾ ശത്രുക്കൾക്ക് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങൾക്കുമുള്ളതാണ്. പരീക്ഷ, കരിയർ, ബന്ധങ്ങൾ എന്നിവയിലെല്ലാം ഭയം ഒഴിവാക്കുക. ബുദ്ധി ഉപയോഗിക്കുക. ഈ നയങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തി രാജാവാകും എന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്കുമാകാൻ കഴിയും. ഇത് ഹൃദയത്തിൽ സ്വീകരിക്കുക. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി വീഡിയോ ഉണ്ടാക്കാൻ ഞങ്ങൾ ഇത്രയധികം അധ്വാനിക്കുന്നു. പകരം നിങ്ങൾക്ക് ഒരു ലൈക്കും മനോഹരമായ ഒരു കമന്റും ചെയ്യാമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് വീഡിയോയിൽ മുന്നോട്ടു പോകാം. ഇനി നമുക്ക് 1ാമത്തെ അടവിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാം. ശത്രുവിനെ അറിയുകയെന്നാൽ ഉപരിപ്ലവമായല്ല, ആഴത്തിൽ അറിയുക. അവന്റെ ശീലങ്ങൾ, അവന്റെ കുടുംബം, അവന്റെ പോരായ്മകൾ, അവന്റെ സന്തോഷങ്ങളെല്ലാം. കാരണം ദൗർബല്യം പലപ്പോഴും സന്തോഷത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവൻ എന്താണ് വേണ്ടത്? പണമാണെങ്കിൽ അവന് പ്രലോഭനം നൽകുക. ബഹുമാനമാണെങ്കിൽ പതുക്കെ പതുക്കെ അവനെ അപമാനിക്കുക. വിവരങ്ങൾ ശേഖരിക്കാനുള്ള വഴികൾ ഇപ്പോൾ എളുപ്പമാണ്. സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. ആളുകൾ സ്വയം പറയും, അല്ലെങ്കിൽ പൊതുസുഹൃത്തുക്കളോട് ചോദിക്കുക. ഒരു തവണ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ രാജാവാണ്. 2ാമത്തെ അടവ് ക്ഷമയെക്കുറിച്ച്. ക്ഷമ എന്നാൽ അലസതയല്ല, ക്ഷമ എന്നാൽ തയ്യാറെടുപ്പിനുള്ള സമയമാണ്. ഈ സമയത്ത് ശത്രുവിനെ ഭയപ്പെടുത്തുന്നത്ര നിങ്ങളെ തന്നെ ശക്തനാക്കുക. ജിമ്മിൽ പോവുക, പുസ്തകങ്ങൾ വായിക്കുക, നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുക. സമയം വരും, എല്ലാം സ്വയം നടക്കും. എത്രയോ പേർ തിടുക്കത്തിൽ നശിച്ചുപോകുന്നു. എന്നാൽ കാത്തിരിക്കുന്നവർ അനശ്വരരാകുന്നു. 3ാമത്തെ അടവ് തന്ത്രം. ഇതാണ് ഏറ്റവും രസകരം. വ്യാജ പുഞ്ചിരി, വ്യാജ സൗഹൃദം. നിങ്ങൾ അവനെ ഭയപ്പെടുന്നുവെന്ന് ശത്രുവിന് തോന്നട്ടെ. അവൻ കൂടുതൽ ആക്രമിക്കുകയും തെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആക്രമിക്കുക, അല്ലെങ്കിൽ അവന്റെ ഗ്രൂപ്പിൽ ഭിന്നിപ്പുണ്ടാക്കുക. ഒരാളോട് മറ്റേയാൾ മോശക്കാരനാണെന്ന് പറയുക. അവർ എങ്ങനെ വഴക്കിടുന്നുവെന്ന് നോക്കുക. പ്രലോഭനമാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ഓരോ മനുഷ്യനും അത്യാഗ്രഹിയാണ്. ശരിയായ പ്രലോഭനം കാണിക്കുക, അവൻ വിലക്കെടുക്കപ്പെടും. ഈ അടവുകളിലൂടെ ശത്രു പരാജയപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതവും മാറും. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടാകും. നിങ്ങൾ സ്മാർട്ടാകും. ആളുകൾ നിങ്ങളെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യും. ചാണക്യന്റെ ഈ നയങ്ങൾ നിത്യഹരിതമാണ്. ഇന്നും അത്രത്തോളം ശക്തമാണ്. അവസാനം ഞാൻ പറയും, ഭയപ്പെടരുത്. ശത്രു എത്ര ശക്തനായാലും ഈ 3 അടവുകൾ പ്രയോഗിക്കുക. അവനെ അറിയുക, ക്ഷമയോടെ കാത്തിരിക്കുക, തന്ത്രം പ്രയോഗിക്കുക. അവൻ സ്വയം മുട്ടുകുത്തും, സ്വയം കരയും. നിങ്ങൾ വിജയിക്കും. ജയ് ഹിന്ദ്, ജയ് ചാണക്യ. ഇനി പോയി ഈ നയങ്ങൾ പ്രയോഗിക്കുക. നിങ്ങളുടെ ജീവിതം രാജകീയമാകും. സഹോദരീ സഹോദരന്മാരെ, ഇനി നമുക്ക് വിഷലിപ്തമായ ആളുകളെക്കുറിച്ച് സംസാരിക്കാം. ജീവിതത്തിൽ വിഷം കലർത്തുകയും ചിരിച്ചുകൊണ്ട് പുറകിൽ കത്തിക്കുത്തുകയും ചെയ്യുന്നവർ നിങ്ങളുടെ സന്തോഷം എപ്പോഴാണ് ഊറ്റിയെടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക പോലുമില്ല. നിങ്ങളുടെ തെറ്റുകൾ എപ്പോഴും എണ്ണുന്നവരാണ് ഇത്തരം ആളുകൾ. നിങ്ങളുടെ വിജയം കണ്ട് അസൂയപ്പെടുകയും നിങ്ങൾ വീഴുമ്പോൾ ആദ്യം ചിരിക്കുകയും ചെയ്യുന്നു.
ഇത്തരം ആളുകൾ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട് എന്നതാണ് സത്യം. ചിലപ്പോൾ ബന്ധുവായി, ചിലപ്പോൾ സുഹൃത്തായി, ചിലപ്പോൾ ഓഫീസിലെ കൂട്ടുകാരനായി. തങ്ങൾ മുകളിലാകാൻ വേണ്ടി അവർ നിങ്ങളെ ദുർബലരാക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും മാറില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. നിങ്ങൾ എത്ര സ്നേഹം നൽകിയാലും എത്ര ശ്രമിച്ചാലും അവൻ നിങ്ങളെ ഉപയോഗിക്കുകയും പഴയ തുണി പോലെ വലിച്ചെറിയുകയും ചെയ്യും. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതായി കാണുന്നു, നിനക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്നുവെങ്കിൽ അവൻ അത്തരക്കാരനാണെന്ന് മനസ്സിലാക്കുക. അവനിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത്. ജീവിതം വളരെ ചെറുതാണ് സഹോദരാ. നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ആളുകൾക്കൊപ്പം അത് പാഴാക്കരുത്. ഈ ആളുകൾ അവരുടെ പരാജയം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിനാൽ അവർ നിങ്ങളെയും തടയുന്നു. അവൻ പറയുന്നു, എടാ വിട്ടുകള, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മുന്നോട്ടു പോവുകയും അവർ പിന്നിലാകുകയും ചെയ്യുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഇത്തരം ആളുകൾ നിങ്ങളെ ഒരിക്കലും സന്തോഷവാനായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. നിങ്ങളുടെ സന്തോഷം കണ്ട് അവർക്ക് അസൂയയുണ്ടാകുന്നു. അവർ ചിരിക്കുന്നു, പക്ഷേ ഉള്ളിൽ നിന്ന് ശപിക്കുന്നു. പ്രമോഷൻ കിട്ടിയത് നന്നായി, പക്ഷേ ഇപ്പോൾ ജോലി കൂടുമല്ലോ എന്ന് തുടങ്ങി. നിങ്ങളുടെ ഓരോ നല്ല വാർത്തയിലും നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ നല്ലവനല്ലെന്ന് മനസ്സിലാക്കുക. അവൻ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നില്ല. അവൻ തന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം ആളുകൾ സ്വയം ദുഃഖിതരാണ്. മാത്രമല്ല, തനിച്ചാകാതിരിക്കാൻ അവർ മറ്റുള്ളവരെയും ദുഃഖിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം. അവർ നിങ്ങളുടെ മുന്നിൽ കരയുന്നു, തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു. എന്നാൽ നിങ്ങളുടെ ഊഴം വരുമ്പോൾ അവർ പറയുന്നു, ഓ, ഇതൊന്നുമല്ല, എനിക്ക് ഇതിലും മോശമായത് സംഭവിച്ചിട്ടുണ്ട്. ഇവർ മത്സരിക്കുന്നത് സങ്കടത്തിലാണ്, സന്തോഷത്തിലല്ല. സഹോദര, അത്തരം ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. കാരണം അവർ നിങ്ങളുടെ ഊർജം വലിച്ചെടുക്കുന്നു. അവർ നിങ്ങളുടെ സമയം വലിച്ചെടുക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം അവർ ഊറ്റിയെടുക്കുന്നു. ഇവർ എപ്പോഴും നാടകങ്ങൾ ഉണ്ടാക്കുന്നു. ചെറിയ കാര്യങ്ങളെ വലുതാക്കുകയും നിങ്ങളെ കുറ്റക്കാരാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളൊരു തെറ്റും ചെയ്തില്ലെങ്കിലും അവർ നിങ്ങളെ കുറ്റക്കാരനാക്കും. അവർ പറയും, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു, നീ ഇത് ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് സ്വന്തം താൽപ്പര്യം നോക്കിയാണ്, സ്നേഹം കൊണ്ടല്ല. ഈ ആളുകൾ നിങ്ങളെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കൈപ്പേറിയ സത്യം. നിങ്ങൾ അവരുടെ വാക്ക് കേൾക്കണമെന്നും അവർ പറയുന്നതനുസരിച്ച് നടക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നാൽ അവർ ദേഷ്യപ്പെടുകയോ മിണ്ടാതിരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യും. അവർ നിശബ്ദത പാലിക്കുന്നു, സന്ദേശങ്ങൾക്ക് മറുപടി നൽകില്ല. അതുവഴി നിങ്ങൾ അവരുടെ പിന്നാലെ പോകും. സഹോദര, അത്തരം ആളുകളുടെ പിന്നാലെ പോകരുത്. അവർ നിങ്ങൾക്ക് അർഹരല്ല. ഇത്തരം ആളുകൾ ഒരുപാട് നുണകൾ പറയുന്നു, പിന്നീട് പിടിക്കപ്പെടുന്ന ചെറിയ ചെറിയ നുണകൾ. തങ്ങളുടെ ഇമേജ് നിലനിർത്താൻ അവർ കള്ളം പറയുന്നു. നിങ്ങൾ ചോദ്യം ചെയ്താൽ അവർക്ക് ദേഷ്യം വരും. അവർ പറയുന്നു, നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. ഈ ആളുകൾ അവരുടെ മാലിന്യത്തിന്റെ കണ്ണാടി നിങ്ങളെ കാണിക്കുന്നു എന്നതാണ് സത്യം. എന്നിട്ട് നിങ്ങളുടെ തെറ്റാണെന്ന് പറയുന്നു. അവർ തങ്ങളുടെ പോരായ്മകൾ നിങ്ങളുടെ മേൽ ആരോപിക്കുന്നു. അവർക്ക് അസൂയയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസൂയയാണെന്നവർ പറയും. അവർ സത്യസന്ധരല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധനല്ലെന്ന് അവർ പറയും. നാടൻ ശൈലിയിൽ പറഞ്ഞാൽ കള്ളൻ പോലീസിനെ കുറ്റപ്പെടുത്തുന്നത് പോലുള്ള ആളുകളാണ് ഇവർ. അവരുമായി തർക്കിക്കരുത്. കാരണം അവർ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അവർ അവസാനം വരെ അവരുടെ വാക്ക് സമ്മതിപ്പിക്കും, തെറ്റാണെങ്കിൽ പോലും. ഈ ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമേ നിങ്ങളോട് നന്നായി പെരുമാറൂ. പണം, പിന്തുണ, ശ്രദ്ധ എന്നിവ പോലെ. ആവശ്യം കഴിഞ്ഞാൽ അവർ അപ്രത്യക്ഷരാകും. പിന്നെ മാസങ്ങൾക്ക് ശേഷം ആവശ്യം വരുമ്പോൾ അവർ വീണ്ടും വരും. സഹോദര, അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് വാതിലടയ്ക്കുക. മിക്ക മോശം ആളുകളും കുടുംബത്തിൽ തന്നെയാണുള്ളത് എന്നതാണ് കൈപ്പേറിയ കാര്യം. ബന്ധുക്കൾ, സഹോദരങ്ങൾ, ചിലപ്പോൾ മാതാപിതാക്കൾ പോലും. സ്നേഹത്തിന്റെ പേരിൽ അവർ നിങ്ങളെ നിയന്ത്രിക്കുന്നു. ഞങ്ങൾ നിന്റെ നന്മയ്ക്കാണ് പറയുന്നതെന്ന് അവർ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തങ്ങളുടെ സ്വന്തം നേട്ടമാണ് നോക്കുന്നത്. നിങ്ങളുടെ വിവാഹം അവരുടെ ഇഷ്ടപ്രകാരം നടത്താൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കരിയർ അവരുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അവർ വൈകാരികമായി ഭീഷണിപ്പെടുത്തും, കരയും, രോഗിയാകും. സത്യത്തിൽ ഇത് സ്നേഹമല്ല, വിഷമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തം രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, ആരുടെയും ഭയം കൊണ്ടല്ല. ഇത്തരം ആളുകൾ നിങ്ങളെ എപ്പോഴും വില കുറഞ്ഞവരായി തോന്നിപ്പിക്കുന്നു. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. നിന്നെപ്പോലെ എത്ര പേർ വന്നുപോയി. എന്നാൽ നിങ്ങൾ വിജയിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ നിന്നെ പിന്തുണച്ചു എന്ന്. എന്ത് പിന്തുണ? അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. അത്തരം ആളുകൾക്ക് ക്രെഡിറ്റ് നൽകരുത്. നിങ്ങളുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് നിങ്ങൾ തന്നെ എടുക്കുക.
ഇവർ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നു. മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും നിങ്ങളോട് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുന്നു. അവർ സൗഹൃദം സ്ഥാപിക്കുന്നില്ല, ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും മുന്നിൽ നിന്ന് പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ വിഷം എന്ന് മനസ്സിലാക്കുക. അത്തരം ആളുകളുമായുള്ള ബന്ധം വിച്ഛേദിക്കുക. അത് എത്ര പഴയതാണെങ്കിലും ശരി. നിങ്ങളെ ഉയർത്തുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന നല്ല ആളുകളും ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിൽ അവർ സന്തോഷിക്കുന്നു. അവരെ പിടിക്കുക, മോശമായവരെ വിടുക. ഇത്തരം ആളുകൾക്ക് നിങ്ങളെ മാറ്റാൻ കഴിയില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. എന്നാൽ അവർക്ക് തീർച്ചയായും നിങ്ങളുടെ ഊർജം വലിച്ചെടുക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അവരോട് കുറച്ചു മാത്രം സംസാരിക്കുക, കുറച്ചു മാത്രം കാണുക, ആവശ്യമെങ്കിൽ മാത്രം. സമ്പർക്കമില്ലാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുടുംബമാണെങ്കിൽ പരിമിതമായ സമ്പർക്കം. അവർ കരയും, യാചിക്കും. എന്നാൽ നിങ്ങൾ ശക്തരാകുക. നിങ്ങളുടെ മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഈ ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നിങ്ങൾ ഭ്രാന്തനാണെന്ന് പറയുന്നു. നിങ്ങളുടെ ഓർമ്മശക്തി കുറവാണെന്ന്, സംഭവിച്ചത് സംഭവിച്ചിട്ടേയില്ല എന്ന് പറയും. നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കുന്നതിനായി അവർ നിങ്ങളുടെ തലച്ചോറുമായി കളിക്കുന്നു. സഹോദര, നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ വിശ്വസിക്കുക. അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് വരും. ഇവർ സ്വയം തകർന്നവരാണെന്നതാണ് സത്യം. അവരുടെ ഉള്ളിൽ ഒരുപാട് വേദനയുണ്ട്. എന്നാൽ അത് ഭേദമാക്കുന്നതിനു പകരം അവർ അത് മറ്റുള്ളവരോട് തീർക്കുന്നു. അവർ സ്വയം മാറിയാൽ കൊള്ളാം, അല്ലെങ്കിൽ വിട പറയുക. ഇവരെ ഉപേക്ഷിക്കാൻ മിക്ക ആളുകൾക്കും കഴിയുന്നില്ല എന്നതാണ് കൈപ്പേറിയ കാര്യം. കാരണം അവർക്ക് കുറ്റബോധം തോന്നുന്നു. താൻ തന്നെയാണ് തെറ്റുകാരൻ എന്ന് അവർ ചിന്തിക്കുന്നു. അല്ല സഹോദര, നിങ്ങൾ തെറ്റുകാരനല്ല, അവർ തെറ്റുകാരാണ്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. ഈ ആളുകൾ നിങ്ങളുടെ സമയത്തെ വിലമതിക്കുന്നില്ല. വൈകി വരും, പ്ലാനുകൾ റദ്ദാക്കും. എന്നാൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഉടനടി വേണം. അത്തരം ആളുകൾക്ക് വില നൽകരുത്. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. ഇവർ എപ്പോഴും തങ്ങളാണ് ഇരയെന്ന് നടിക്കുന്നു. എന്ത് സംഭവിച്ചാലും തെറ്റ് അവരുടേതല്ല. എപ്പോഴും അത് മറ്റുള്ളവരുടേതായിരിക്കും. അവർ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് ക്ഷമ ചോദിക്കില്ല. പറഞ്ഞാൽ പോലും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നു. സഹോദര, അത്തരം ആളുകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. ഈ ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിങ്ങളെ അകറ്റാൻ അവർ ആഗ്രഹിക്കുന്നു. അതുവഴി നിങ്ങൾ അവരെ മാത്രം ആശ്രയിക്കും. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുക. ആരോഗ്യകരമായ ബന്ധത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് സത്യം. ഈ ബന്ധത്തിൽ തടവാണ്. ഇവർ നിങ്ങളുടെ അതിരുകളെ മാനിക്കുന്നില്ല. നിങ്ങളില്ല എന്ന് പറഞ്ഞാലും അവർ നിർബന്ധിക്കുന്നു. അതിരുകൾ നിശ്ചയിക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുക. അവർ ദേഷ്യപ്പെട്ടാൽ ദേഷ്യപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. ഈ ആളുകൾ നിങ്ങളെ ഒരിക്കലും സന്തോഷവാനായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. കാരണം അവരുടെ സന്തോഷം നിങ്ങളുടെ സങ്കടത്തിലാണ്. നിങ്ങൾ ദുഃഖിതരായിരിക്കുമ്പോൾ മാത്രമേ അവർ നിങ്ങളോടൊപ്പമുള്ളൂ. നിങ്ങൾ സന്തോഷവാനായ ഉടൻ തന്നെ അവർ അപ്രത്യക്ഷരാകും, അല്ലെങ്കിൽ നെഗറ്റീവാകും. അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് എല്ലായിടത്തുനിന്നും അവരെ തടയുക. മാനസിക സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതാരെയും തട്ടിയെടുക്കാൻ അനുവദിക്കരുത്. ഈ ആളുകൾ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. നോക്കൂ, അവൻ എത്ര വിജയിച്ചവനാണെന്നവർ പറയുന്നു. നീ എന്താണ് ചെയ്യുന്നത്? ഇത് അവരുടെ അസൂയയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓട്ടം തുടരുക. ആരുമായും താരതമ്യം ചെയ്യരുത്. ഇവർ നിങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുന്നില്ല. അവർ നിങ്ങളുടെ ഫോൺ പരിശോധിക്കുന്നു. അവർ നിങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇത് വിശ്വാസമല്ല, നിയന്ത്രണമാണ്. ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കുക. ഈ ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നതാണ് സത്യം. അവർ നിങ്ങളെ ഉപയോഗിക്കുന്നു. സ്നേഹത്തിൽ ബഹുമാനമുണ്ട്. വിഷലിപ്തമായ ബന്ധത്തിൽ ഇതില്ല. ഇവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നില്ല. അവർ ചിരിക്കുന്നു, അതിനെ ചെറുതായി കാണുന്നു.